സന്തോഷ്, ഗുഡ് മോർണിംഗ്. സന്തോഷ്, ഞാൻ രമേഷ് പിഷാരടിയെക്കുറിച്ച്, കോൺഗ്രസിനെക്കുറിച്ച്, അവരുടെ ഡീൽ എന്ന് പറയുന്ന ആക്ഷേപത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷ്, ആ ആക്ഷേപത്തെ എങ്ങനെയാണ് പാലക്കാട് മറുപടി നൽകുന്നത്? എന്താണ് അവരുടെ ഒരു പ്രതികരണം? മനു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ 2-3 ദിവസമായി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം UDFിൻ്റെ ഭാഗത്തു നിന്ന് സജീവമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലം മാത്രമാണ് പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് ആകെ കഴിഞ്ഞ തവണ 2021 ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണം നടത്തി മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ പാലക്കാട് എങ്ങും ഉയരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടോ ഒക്കെ മത്സരിച്ചപ്പോൾ അവസാന ഘട്ടത്തിലൊക്കെ അത്തരമൊരു പ്രതീതിയാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് ഈ BJP വിജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ UDFിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. കാരണം അങ്ങനെ ശ്രമിക്കുമ്പോൾ 40% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചെങ്കിലും തങ്ങൾക്കൊപ്പമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് പലപ്പോഴും നടക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ കഴിഞ്ഞ് ഒരു ഘട്ടത്തിലേക്ക് പ്രചരണം പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം NMR റസാഖ് ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലം ചിരപരിചിതൻ, അതുപോലെ പരിചിതൻ പോലും അല്ല രമേഷ് പിഷാരടിയെ സിനിമാ താരം എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഓരോ വോട്ടർമാർക്ക് ഇടയിലേക്ക് പരിചയപ്പെടുത്തേണ്ടി വരികയാണ്. അതിനായി കോൺഗ്രസ് നേതാക്കൾ കഷ്ടപ്പെടുകയാണ്, പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം NMR റസാഖിന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, സ്വന്തം നിലയ്ക്ക് ഒരു വോട്ട് ബാങ്ക് കൂടി സൃഷ്ടിക്കാൻ NMRന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സന്തോഷ്, NMR റസാഖിന്റെ ആ ഒരു സാധ്യത, അതായത് പാർട്ടി ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തം നിലയ്ക്ക് വോട്ട് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, അതാണോ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ ആരോപണം ഉന്നയിച്ചത്? പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ കാര്യം ഞങ്ങളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുമെന്നാണ്. അതായത് UDFിന്റെ അടക്കം വോട്ടുകളെ കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് ഈ പറയുന്ന NMR റസാഖിനുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണോ ആ ആക്ഷേപം അവിടെ ഉയർന്നു വന്നത്? മനു ചൂണ്ടിക്കാണിച്ച അതേ വിഷയം തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുണ്ടായൊരു ചർച്ചാ വിഷയമായി മാറിയത്. അതായത് ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയപ്പോൾ പ്രധാനമായി ഉയർന്നു വന്നത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊന്നും, അതായത് ഈ ഷാഫി പറമ്പിൽ മുതലോ അതിനുശേഷമോ ഒക്കെ പോലും ഇവിടുത്തെ ഈ മണ്ഡലംകാരനായ ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടില്ല, അയാൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം പാലക്കാട് വോട്ടർമാർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്രാവശ്യം എല്ലാ തരത്തിലുള്ള ചർച്ചകളും നടത്തി ഒരു സ്വതന്ത്രനെ തന്നെ കണ്ടെത്തുകയും പാലക്കാട് മണ്ഡലത്തിൽ പരിചിതനായ ഒരാളെ കണ്ടെത്തുകയൊക്കെ ചെയ്തത്. പക്ഷെ അതൊട്ടും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നൊരു കാര്യമേ അല്ല. ഇത് 2011 ശേഷം ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ പുനഃക്രമീകരണത്തിന് ശേഷം ഇടതുപക്ഷത്തിന് വലിയൊരു എഡ്ജ് ലഭിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് UDFിനെ പ്രകോപിപ്പിക്കുന്നത്. കാരണം UDF ആണല്ലോ ഇവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ UDF കോട്ടകളൊക്കെ അട്ടിമറിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ സാഹചര്യം കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു 4000-5000 വോട്ടിൻ്റെയൊക്കെ എഡ്ജ് മാത്രമാണ് ഇപ്പോഴുള്ളത്. അതുപോലും മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് NMR റസാഖിൻ്റെ വരവിലൂടെ സാധ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പഴയ കാലത്ത്, അതായത് നേരത്തെ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ടെടുപ്പിന് 2-3 ദിവസം മുമ്പാണ് ഇത്തരം ഡീൽ പോലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുക. എന്നാൽ ഇപ്പോൾ നേരത്തെ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ പരസ്യമായി സംസ്ഥാന തലത്തിൽ തന്നെ അത് ഉയർത്തുകയും സന്തോഷ്, കാര്യം അത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം, പക്ഷേ സണ്ണി ജോസഫ് ഏറ്റുപിടിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്തിന് ഷാഫി പറമ്പിൽ പോലും അതിനോട് ആ രീതിയിൽ സമീപിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് പാലക്കാട്ട് എടുത്താൽ അത് തിരിച്ചടിയാകാം എന്ന ബോധ്യമാണോ ഷാഫിയുടെ അടക്കം ഈ പിന്മാറ്റത്തിന് പുറകിൽ? തീർച്ചയായും. കാരണം ഷാഫി പറമ്പിലിന് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി അറിയാം. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിനപ്പുറത്തേക്ക് സമാന്തരമായി സ്വന്തം സംഘടനാ രീതികൾ അനുസരിച്ചാണ് ഷാഫി മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനൊരു പ്രത്യേക സംഘം തന്നെ ഷാഫിയോടൊപ്പമുണ്ട്. ഏതൊക്കെ ബെൽറ്റുകളിൽ എവിടെയൊക്കെ ഏതൊക്കെ പ്രചരണം നടത്തിയാലാണ് വോട്ടൊപ്പം ഉണ്ടാവുക എന്ന് ഷാഫിക്ക് അറിയാം. അതുകൊണ്ടാണ് ഷാഫി ഇപ്പോൾ ഈ പ്രചരണത്തിനൊപ്പം പിടിക്കാൻ നിൽക്കാത്തത്. പക്ഷേ എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴൊക്കെ അത്തരമൊരു ഭീതി പടർത്താനുള്ള ശ്രമം ഉണ്ടാകും എന്നത് സത്യം തന്നെയാണ്. ഈ സണ്ണിയൊന്നും ഇക്കാര്യത്തിൽ പിടിക്കാത്തതുപോലും ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാകട്ടെ വോട്ട് അല്പം വർദ്ധിപ്പിക്കുമെന്നൊരു പ്രചരണം BJP നടത്തുന്നുണ്ട്. ഇപ്പോൾ UDF പറയുന്നത് ബാക്കിയുള്ള വോട്ടുകൾ പോലും അങ്ങോട്ട് പോയി ജയിപ്പിക്കാനുള്ള സാധ്യത, അത് ഈ ഭീതി പടർത്താൻ തന്നെയാണ്. കാരണം ഈ മണ്ഡലത്തിൽ ഈ നഗരസഭ കേന്ദ്രീകരിച്ചാകട്ടെ, വിരാരി അല്ലെങ്കിൽ കണ്ണാടി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാകട്ടെ നല്ലൊരു രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുണ്ട്.
അതിൽ വിള്ളൽ വരുത്താനാണ് ഈ സമയം. എൻ.എം. റസാഖ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് LDF-ന് അനുകൂലമായി മാറുകയാണ് കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭീതി ആദ്യഘട്ടം മുതൽ തന്നെ UDF കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സന്തോഷ്. ഇവിടെ ശരി, ഈ ഇങ്ങനൊരു ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. ഇനി ആ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സ്വന്തം ക്യാമ്പിനോടൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? ഈ എന്തുകൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ ഈ കോൺഗ്രസ് തയ്യാറാകാത്തത്? കോൺഗ്രസിന് പാലക്കാട്ട് അത്തരത്തിൽ തലയെടുപ്പുള്ള നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ, അതല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ പിഷാരടിയെ വ്യക്തിപരമായി ഒന്നും പറയുകയല്ല. ഞാൻ ചോദിക്കുന്നത് പൊളിറ്റിക്കൽ ഫൈറ്റ് മാത്രം കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്നാണ്. പിഷാരടിയെ കൊണ്ട് നിർത്തുന്നത് അതല്ലെങ്കിൽ ആരെയോ നിർത്തുന്നതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇങ്ങനൊരു ആക്ഷേപം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം സ്വയം ചിന്തിക്കണ്ടേ, ഞങ്ങൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കുന്നില്ല എന്നത്? മനു, അത് നിസ്സഹായത കൊണ്ടാണ് കേട്ടോ. കാരണം ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ വന്ന് വലിയൊരു നാണക്കേട് കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് വോട്ടർമാർക്കിടയിൽ. വോട്ടർമാർ അത് പരസ്യമായി തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയില്ല. അങ്ങനെ നിശ്ചയിച്ചാൽ മറ്റൊരു ഗ്രൂപ്പായി നിൽക്കുന്ന ഷാഫി പറമ്പിലൊക്കെ ആ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അക്ഷീണം പ്രയത്നിക്കും എന്നതാണ് ഈ വസ്തുത. അതൊക്കെ സതീഷിനും അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കൂടി നോമിനിയായ രാഷ്ട്രീയത്തിൽ മുൻപരിചയം പോലുമില്ലാത്ത ഇതുവരെ UDF നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ മത്സരിക്കുമ്പോൾ കൈവീശി കാണിക്കാനായി വാഹനത്തിൽ വരുന്ന ഒരാൾ മാത്രമായ രമേശ് പിഷാരടി ഇവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത്. പൂർണ്ണമായും ഷാഫി പറമ്പിൽ വിജയിപ്പിച്ചെടുക്കും എന്നവർ കരുതുന്നു. പക്ഷേ ഇതല്ല. ഇവിടെ 3 ഗ്രൂപ്പായിട്ടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത്. എന്തായാലും ഷാഫി പറമ്പിലിനെ ഭീഷണിക്ക് വഴങ്ങി രമേശ് പിഷാരടിയെ കൊണ്ടുവരാതെ മറ്റ് പോംവഴികളില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഇവിടെ K. മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യം, ഒരു സേഫ് മണ്ഡലം എന്ന നിലയിൽ. പക്ഷേ AICC ചർച്ചയിൽ കണ്ണൻ ഗോവിന്ദനാഥൻ്റെ പേരൊക്കെ ഉയർന്നു വന്നു. കണ്ണൻ ഗോവിന്ദനാഥനാകട്ടെ പാലക്കാട് വന്ന് താമസിക്കുകയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കാണുകയും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ചില റീലുകളും പോസ്റ്റുകളും ഒക്കെ ഇടുകയൊക്കെ ചെയ്തു. പക്ഷേ ഷാഫി അത് വെട്ടി. കാരണം ഷാഫിക്ക് ഈ മണ്ഡലം എക്കാലവും സ്വന്തം കൈപ്പിടിയിൽ വേണം. അത് രാഹുൽ മാങ്കൂട്ടം കാരണം വലിയൊരു സ്വാധീനം പാർട്ടിക്കുള്ളിൽ ഉയർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ പോകും. അതുകൊണ്ടാണ് മറ്റ് പോംവഴികളില്ലാതെ രമേശ് പിഷാരടിയെ പോലെ രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത്. മനു.